ഹലോ. എന്തുണ്ട്? ഉം. ഇന്നലെ രാത്രി എന്തിട്ടാ വിളിക്കാഞ്ഞ്? ആ, ഇന്നലെ രാത്രിയത്തെ കാര്യമൊന്നും പറയണ്ട മോളെ. അത് പറയാ. എന്ത് ഏ, എന്ത് കാര്യം? അത് ഉം. പറയാ. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചു. ഇന്നലത്തെ കാര്യം അത് ഞാനിങ്ങനെ എന്നോട് പറയാ. എന്നാന്ന് പറ. അത് പറയാ. അത് ഇന്നലെ ഞാൻ കൊറേ സമയം കാത്തു നിന്നു ഏ, വിളിക്കുമായിരിക്കും വിചാരിച്ചിട്ട്. അത് എനിക്ക് തോന്നി നീ കാത്തു നിൽക്കുന്ന. പക്ഷെങ്കിൽ ഇന്നലെ നിന്നോട് കാര്യം വിളിച്ച് പറയാനൊന്നും പറ്റാതൊരു വല്ലാതെ തിരക്കില്ലായിരുന്നു. ഇന്നലെ നമ്മള് വന്ന് ഉം. കിടന്നുറങ്ങുമ്പോ ഏതാണ്ട് 2 മണിയായിക്കോട്ടെ രാത്രി. എന്തേ? എന്ത് പറ്റി? അത് ഉം. അതായത് നമ്മള് ഉം. താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു വീടുണ്ട്. അത് ഞാൻ ഉം. പറഞ്ഞില്ലേ. അവിടെ ഒരു ഉം. 2-3 പെമ്പിള്ളറും ഇത് ഒരു അമ്മയും അച്ഛനൊക്കെ അങ്ങനെ ഒരു ഫാമിലിയാണ്. ഉം. അപ്പൊ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ നിന്നെ വിളിക്കട്ടെ ഇങ്ങനെ അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയമാണ്. ഉം. അപ്പോഴാണ് ആടുന്ന് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ കേൾക്കുന്നത്, കരച്ചിലൊക്കെ. ഉം. എന്തേ? എന്നാ നമുക്ക് പിടിയിട്ടില്ല. ലാസ്റ്റ് ഉം. ഞാൻ എൻ്റെ ഒപ്പമുള്ള മറ്റേ 2 പേരെയും കൂട്ടി നമ്മൾ ചെന്ന് നോക്കി. ഉം. അമ്മേച്ചായിരിക്കും സുഖം ഉണ്ടായിട്ടല്ലേ, ആർക്കും മരിച്ചു പോയോ, അങ്ങനെ എന്തെല്ലാം സംശയങ്ങളാണ്. ഉം. വേറെ ദൂരെ വീട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ. ഉം. ഉം. അങ്ങനെ നമ്മൾ പോയി അന്വേഷിച്ചാലും ഉം. ഒരു പെണ്ണ്, ഒരു കുറച്ച് ഒരു 10-20 വയസ്സ് ഉണ്ടാവും വിചാരിക്കുന്നു. ഉം. പെണ്ണ് ഇങ്ങനെ ഒരു വേദനയുള്ള പോലെ ഇങ്ങനെ കളിക്കുന്നു. എന്ത് അപ്പൊ പറ്റി? അതന്നെയാണ് മനസ്സിലാകാതെ നമ്മൾ ചോദിച്ചു. അപ്പൊ അവർ പറയാന്ന് കഴിയില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നോ. നമ്മൾ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ പോകണം എന്നാ സംഭവം എന്ന് പറഞ്ഞു. അവരത് പറയുന്നില്ല. ഹോസ്പിറ്റലിൽ പോകണം, വണ്ടിയില്ല, വണ്ടി ഉം. വിളിച്ചാൽ വരാൻ കുറെ ദൂരെയാണ്, ഉം. കിട്ടാൻ പ്രയാസമാണ്. നമ്മളെ കമ്പനീന്റെ ഒരു വണ്ടിയുണ്ട്, അപ്പൊ അതെടുക്കാൻ ഉം. പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവർ നമ്മുടെ വന്നിട്ടില്ല, നമ്മളങ്ങോട്ട് പോയി. ഉം. അപ്പോ പിന്നെ ഇത് എനിക്ക് കറക്റ്റ് ചോദിക്കാൻ അറിയുന്ന നമ്മളൊക്കെ ഉള്ള ഭാഷ അറിയുന്ന അവൻ ചോദിച്ചു. അവൻ ഉം. കാര്യങ്ങൾ ചോദിച്ചാലാണ് നമ്മൾ ഞെട്ടിയത്. എന്ത്? ഏ അത്ര അത്ര സീരിയസാ ഞെട്ടിയ പറയുന്നില്ല. കാര്യം? ഉം. അതായത് ഉം. അവര് ഒരാഴ്ചക്കുള്ള ഈ മലക്കറി പച്ചക്കറികൾ ഉം. വാങ്ങിക്കാനെല്ലാം പോയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഈ ഉം. റോഡ് മലക്കറി ഉണ്ട്. അപ്പൊ അതില് വഴുതനി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഉം. ഈ കൊണ്ടാന്ന അത് നമ്മൾ സാധാരണ വാങ്ങുന്ന തന്നെയല്ലേ? അതെ, ഉം. നമ്മൾ സാധാരണ മേടിക്കുന്നത് തന്നെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, വറക്കാനൊക്കെ ഉം. നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. പക്ഷേങ്കില് ഈ ഉം. അതിലത്തെ ഈ ഒരു പെണ്ണ് ഈ വഴുതനി എടുത്തിട്ട് ഉം. എന്താ പറയാ, വെക്കാൻ പറ്റാതെ ഉം. എവിടെയോ കൊണ്ട് വെച്ച്. ഏ? ഉം. ഏ? അതെവിടെ? അതിന്റെ അവർക്ക് നമ്മളോടും പറയാൻ മതി, നമുക്കും അറിയില്ല. ഇവൻ എന്നല്ലേ ഭാഷ അറിയും. ഇവൻ കേട്ടിട്ട് നമ്മളെ ഇത് നമ്മൾ മൂന്നാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവന് ചിരിയും വരുന്നു, എന്നാല് ഉം. ഇവന് പറയാനും പറ്റുന്നില്ല. ഞാൻ എടാ എന്നാ സംഭവം എന്ന് ചോദിച്ചു. എടാ അത് പറയാ അത്ര ഹോസ്പിറ്റൽ, പറയാൻ പറ്റാത്ത സ്ഥലം. ആ അങ്ങനെ ഹോസ്പിറ്റലിൽ ഉം. പോകണമെന്ന് പറഞ്ഞു. എന്നാന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഉം. ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അതിന് എടുക്കാൻ പോവാൻ പറഞ്ഞു. വണ്ടി എടുത്ത് ഇവൻ വന്ന് ഹോസ്പിറ്റലിൽ കയറി. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. ഉം. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് ദൂരം പോകണം. ഏതാണ്ട് ഒരു 10-16 കിലോമീറ്റർ ഉണ്ട്. ഉം. അതിൽ പോയി. അല്ല വഴി ഇങ്ങോട്ടൊക്കെ പോയത്? അല്ലല്ല, പെണ്ണിന്റെ അമ്മയും ഉം. നമ്മള് 3 സുഹൃത്തുക്കളുണ്ട്. നമ്മൾ 3 ആളും ഉം. പിക്കപ്പ് വാനല്ലേ, ഹെൽത്തിൽ ഉം. പിടിച്ച് ബാക്കിൽ എത്തി. ഉം. പെണ്ണിന്റെ അച്ഛനും അമ്മയും കയറി. പെണ്ണും വന്ന് നേരെ പോയി ഹോസ്പിറ്റലിലേക്ക് ഉം. പോയി. ഇതിങ്ങനെ അറിയുമ്പോൾ പറഞ്ഞു ഉണ്ട്. അവർക്കാണെങ്കിൽ ഇത് പറയാനൊരു ചമ്മലോട് കൂടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലെത്തി. ഉം. അതിന് മുന്നേ നമ്മൾ ചോദിക്കണം വേറെ എന്തെങ്കിലും ഇത് പ്രശ്നമുണ്ട്. ഇവനത് കറക്റ്റ് നമ്മളടുത്ത് പറയുന്നുമില്ല. ഇവ ഉം. ഇടക്കിടക്ക് വായുമ്പൊക്കെ നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട്, ഈ പെണ്ണിന്റെ മുകളിലും ചെരുങ്ങളൊക്കെ കാണുമ്പോൾ. ഓ, അപ്പൊ എന്തോ അതെന്താ എന്താ ഇതാണല്ലേ നമുക്ക് കാര്യമായ സംഗതി. നമുക്ക് മനസ്സിലാകുന്നില്ല. ഉം. ഡോക്ടറെ അടുത്ത് പോയതിനു ശേഷം ഇവൻ പുറത്തുനിന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, എന്റെ മോനെ അതൊന്ന് പറയാ. ഞാൻ പറഞ്ഞു ഉം. കാര്യം പറയാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അവരിങ്ങനെ പച്ചക്കറി സാധനം മേടിച്ച് വന്നിട്ട് എല്ലാം ഭക്ഷണം ഉം. കഴിക്കും. രാത്രി ഉറങ്ങാൻ കിടന്നേ പോലും നേരത്തെ ഒരു ഉം. വേറെ ഒന്നും കാണാനില്ല. അങ്ങനെ ഒരു 9:30 ആകുമ്പോൾ ഇവന്മാര് കിടക്കും. ഉം. ആ
പെണ്ണ് ഉറങ്ങാണ്ട് ഒരു കളി ഒപ്പിച്ച്. എന്ത് കളി? ആ നിനക്ക് കളി എന്ന് പറയുമ്പോ എന്താ പറഞ്ഞേ? നമ്മളെ സാധാരണ കോർട്ടിലെ കളിയല്ലേ? ആ ആ ആ ഈ പെണ്ണ് ഒരു കളി ഒപ്പിച്ചെന്ന് വെച്ചാല് ഈ വഴുതനങ്ങ എടുത്തിട്ട് ഒരു കളിയങ്ങ് നടത്തി. ഇവിടെ കിട്ടിയാ ഉം. കിട്ടി. ഒരു വഴുതനങ്ങ കളി നടത്തി. ഉം. ആ അങ്ങനെ ഒരു കളി ഉണ്ടായില്ല സാധാരണ. എനക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേട്ടതാ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാ. അങ്ങനെ എപ്പെങ്കിലും നീ ആരെങ്കിലും നിന്റെ നിങ്ങളായിട്ട് അങ്ങനെ ചെയ്യലുണ്ടോ? അങ്ങനത്തെ കളി കളിക്കലുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ കളിക്കല്ലേ. സംഗതി കത്തിയില്ലേ? അങ്ങനത്തെ കളിയൊന്നും നമുക്കറിയില്ല. എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ അത് അങ്ങനെ അങ്ങനെ അധികമൊന്നുമില്ല. ആ കുറച്ചെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും അങ്ങനത്തെ കളി കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ആ. അത് ഇത് ഈ പെണ്ണിന്റെ അമ്മ ഇവനോട് പറഞ്ഞത്, ഉം. ഈ സാധനം ഇതിന്റെ തണ്ട് പൊട്ടിയിട്ട് ശരിക്ക് കോർട്ടിൽ അങ്ങായിപ്പോയി, ഇങ്ങോട്ട് വരുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല പോലും. പിന്നെ അന്നേ അങ്ങ് കോർട്ടിന്റെ അകത്തേക്ക് അങ്ങ് പോയി. അയ്യോ. പിന്നെ എത്ര സമയം കിട്ടും? പിന്നെ എന്താ പറയാ, ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി. അതിന്റെ വേദനയും പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. അപ്പൊ ഇത് ഇവർക്ക് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഇത് തനിയെ എന്തെങ്കിലും പോകുന്ന വെച്ചിട്ട് കാത്തു നിന്ന് രക്ഷയില്ല. അങ്ങനെയാണ് ഇതും കൊണ്ട് നമ്മള് നമ്മൾ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോയി. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ എന്താ പറയാ, ഇത് അടക്കടത്തി കുറെ പേരോട് കയർത്തൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഡോക്ടറൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു പോലും. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇവനോട് ചേട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് എന്റെ പൊന്നളിയ മറന്നിരിക്കും. അതെ, അവൻ പറഞ്ഞ എന്റെ പൊന്നളിയ ഞാനും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. നമ്മള് കറി വെക്കാനും വറക്കാനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഈ സാധനം കളിക്കാനൊക്കെ ഉപയോഗിക്കുമോ? നേരെ ഞാൻ നിന്റെ കാര്യം ഓർമ്മിച്ചേ. അല്ല, ഇങ്ങനത്തെ കളിയൊക്കെ അറിയാവോന്ന് ചോദിക്കാൻ. എനക്കറിയൊന്നുമില്ല. ഉറപ്പായിട്ടറിയില്ലേ? അങ്ങനെ കളിക്കലും ഇല്ല. ഇനി അങ്ങനെ കളിച്ചാലില്ലേ അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും കേട്ടാ. കൈവിട്ട കളിയാ. ഏതോ സിനിമയിൽ മോഹൻലാല് പറഞ്ഞ പോലെ കൈവിട്ട കളിയാന്ന് വാവിട്ട വാക്കാന്ന് പറഞ്ഞ പോലെ സാധനം കൈ കിട്ടൂല. പിന്നെ ഇതുപോലെ എട്ടിയെടുത്ത് ഓടേണ്ടി വരും. അതെ, നാണക്കേടാ. പിന്നെ അവർക്ക് പിന്നെ നമ്മളെ പരസ്പരം കാണും അറിയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. നാട്ടുകാര് പിന്നെ ഇനി അറിയാന്നറിയില്ല, പക്ഷെ പറയാൻ മടി ഉണ്ടാവൂലേ? ഉണ്ടാവും. പക്ഷെ ഇത് ദൂരദൂരല്ല. അതുകൊണ്ട് നാണക്കേട് ആയി വിചാരിക്കുന്നത്. പക്ഷെ ദൂരത്തോടെയാന്ന്. ഇവിടെയൊക്കെ വീട് ദൂരദൂരെയാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവില്ലല്ലോ. ഇവിടെ പെട്ടെന്നങ്ങ് അറിയില്ല. എന്നാലും ഇതിന്റെ ഡോക്ടർ ആരെന്നെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുമായിരിക്കും. ഇത് കേട്ടപ്പോ ഞാൻ ഷോക്കായിപ്പോയി. എന്തൊരു കളി! ഇങ്ങനത്തെ കളിയെല്ലാം ഉണ്ടോ നാട്ടിൽ നല്ല ആലോചിക്കുന്നത്. കളിക്കാണ്ട് സംഭവിക്കൂലല്ലോ. അതെ, കളിയുണ്ടോ? അപ്പൊ നമ്മളെ നാട്ടിലോട്ടുള്ള ഇങ്ങനെല്ലാം കളിക്കലുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെ ചിരിയിൽ എന്തോ ഒരു കളി മണക്കുന്നുണ്ടല്ലോ. എന്റെ ചിരിയിൽ കളിയൊന്നും മണക്കുന്നില്ല. ഇത് കേട്ടാൽ ഇങ്ങനെ കളിച്ചിട്ട് നമുക്ക് ആരും ചിരിച്ചു പോകൂലേ? താലൊരു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും? കളിക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കൂലേ കളിച്ചത്. അപ്പോ ഇത് ഒരു സ്ഥിരം കളിയായിരിക്കും. ഇന്ന് പെട്ടുപോയതായിരിക്കും അല്ലേ? ഒരു ദിവസം പെട്ടതായിരിക്കും. അതായിരിക്കും. അതേപോലെ നമ്മളെ നാട്ടിൽ പെട്ടുപോയി. അതാണ്. അല്ലെ കാണാൻ മോശം